ഹലോ ഗായ്സ്, വെൽക്കം ടു സ്യോർ മാർട്ട്. അപ്പോൾ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ഫൈനലി ഇറ്റ് ഹാപ്പൻ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിൻട്രസ്റ്റിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യൂട്ട് ആൻഡ് കാവായി ഐറ്റംസ്, ഡെസ്ക് ഡെക്കോർ ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു എസ്തെറ്റിക് കൊറിയൻ സ്റ്റോർ എന്നൊക്കെ പറയാം. എനിക്ക് ചെറുപ്പം മുതലേ ഈ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത്രയും ക്രേസ് ആയത് കൊറോണ ടൈം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. ലോക്ക്ഡൗൺ ടൈമിൽ ഞാനാണെങ്കിൽ ഫുൾ ടൈം നെറ്റ്ഫ്ലിക്സിലായിരുന്നു. നെറ്റ്ഫ്ലിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം സീരീസ്, കൊറിയൻ സീരീസ് ആയിരുന്നു മെയിനായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഐ നോ മോസ്റ്റ് ഓഫ് യു ഗൈസ് ആർ K-drama ലവേഴ്സ്. ഈ കൊറിയക്കാരുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അവരുടെ റൂം, ഡെസ്ക് എല്ലാം ഭയങ്കര ക്യൂട്ട് ആൻഡ് അട്രാക്റ്റീവ് ആയിരിക്കും. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതുപോലൊരു വൈബ് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ. പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലുള്ള ഐറ്റംസ് ഒന്നും ഇന്ത്യയിൽ ഈസിലി അവൈലബിൾ അല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊന്ന് നമുക്കിവിടെ കൊണ്ടുവന്നാലോ എന്ന്. എന്നെപ്പോലെ ഈ കോസി എസ്തെറ്റിക് വൈബൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നമ്മൾ പ്രൊഡക്ട്സ് ഇഷ്ടമാവും. ഗിഫ്റ്റ് ഐറ്റംസ്, ഗേളി പ്രോഡക്ട്സ്, കാവായി സ്റ്റേഷനറീസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. വേറൊരു എക്സൈറ്റിംഗ് ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാവായി ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കൂടി ചെയ്യുന്നുണ്ട്. നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും, ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് സെറ്റ് ഐഡിയാസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓർഡർ എങ്ങനെയാണ് ചെയ്യുക ദീദി എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. ഒരുപാട് പേഴ്സണലി ഇൻബോക്സിൽ നമുക്ക് മെസ്സേജും വരുന്നുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ വാട്സപ്പ് ത്രൂ ആണ് ഓർഡേഴ്സ് എടുക്കുന്നത്. വെബ്സൈറ്റ് ഇപ്പോൾ വർക്കിലാണ്. സൂൺ ഇൻഷാ അല്ലാഹ് നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എന്തായാലും പോയി ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ക്യൂട്ട്നെസ് മാത്രമല്ല, ക്വാളിറ്റിയിലും ഒരു വിട്ടുവീഴ്ചയില്ല. പ്രൊഡക്ട്സിന് ഓർഡർ കൊടുത്ത സമയത്ത് ബിസിനസ് എന്ന് മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ സത്യം പറയാലോ ഗൈസ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഞാൻ എങ്ങനെയാ വേറെ ആൾക്ക് കൊടുക്കാമെന്നായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ. മോസ്റ്റ് ഓഫ് യു ഗൈസ് മേ നോ, പക്ഷേ ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ പേജിൽ ഇപ്പം ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ ദി കാർഡ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടൊരു പേജുമായിട്ടാണ് നമ്മൾ കൊളാബ് ചെയ്യുന്നത്. ഒക്ടോബർ 30 നമ്മളെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരു കാര്യം കൂടെ പറയാം, ഗിവ് അവേ തരുമെന്ന് വെച്ചിട്ട് ഒരുപാട് പേര് ഇൻബോക്സിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്കിത് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ 2 വിന്നേഴ്സാണ് വരുന്നത്. 2 വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഫ്രം ഇൻസ്റ്റഗ്രാം ആൻഡ് സെക്കൻഡ് വൺ ഫ്രം യൂട്യൂബ്. സോ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ടാഗ് ചെയ്യുക ഫ്രണ്ട്സിന്. കാരണം നമ്മൾ എഫേർട്ട് ബേസിസിലാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നവംബർ 5 നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ചാനലിൽ ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളെ ഫസ്റ്റ് ലോങ് യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളെ സ്റ്റോറിൽ വരുന്ന കുറച്ച് ക്യൂട്ടായിട്ടുള്ള കാവായി സ്റ്റേഷനറീസ് ആണ് കാണിച്ചിട്ടുള്ളത്. ശരിക്കും നിങ്ങൾക്ക് ഈ കാവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? കാവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാപ്പനീസ് വേർഡാണ്. അതിൻ്റെ മീനിങ് വരുന്നത് ക്യൂട്ട്, ബ്യൂട്ടിഫുൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. വാട്സപ്പിൻ്റെയും ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിലവിൽ ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് ഒരു ബിഗ് താങ്ക്സ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലാണ്. ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഈ സപ്പോർട്ട് ഇറ്റ്സ് മീൻസ് എ ലോട്ട് ഫോർ മീ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമ്മളിപ്പോൾ ഗിവ് അവേ മാത്രമല്ല ഫ്രീ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.